മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ഇന്നുണ്ടാക്കിയത്. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കണത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള വഴറ്റി പച്ചമുളകും കൂടെയും വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതാണ് അതിങ്ങനെ ഇത്രയും വഴന്ന് വന്നു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് നമുക്കൊരു മിക്സിയിലേക്ക് 1 പിടി മല്ലിയിലയും 1/2 പിടി പുതിനയിലയും ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചതും 3-4 വെളുത്തുള്ളിയും കൂടിയും ഒന്ന് ചതച്ചിട്ടെടുക്കണം. ഇതൊന്ന് അരച്ച് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ ഒന്ന് അരച്ചാലും മാത്രം മതി. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് നീക്കി വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഈ ഉള്ളിയിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വാടി തുടങ്ങുമ്പം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് നമ്മൾ മിക്സിയിൽ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയില പുതിനയിലയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. ആ എണ്ണയിലും നെയ്യിലും ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു 200 ഗ്രാം മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ആ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മഷ്റൂം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ, ശരിക്കും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് കളറിന് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പം കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി അരി 2 കപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾക്ക് ഈ അരിയിലെ വെള്ളം ശരിക്കും വറ്റി കഴിഞ്ഞ് കഴിയുമ്പം അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് നമ്മൾക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുത്തിയാലും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഷ്റൂം ബിരിയാണിയുടെ കൂടെ എന്ത് കറി വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ സാലഡ് മതി. സാലഡും പപ്പടവുമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കണേ.